Hi students, welcome to ASF Academy. This is Femin. Today we discuss about product life cycle. Marketing management എന്നുള്ള സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ആ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതിൻ്റെ സ്റ്റേജസ് എന്തെല്ലാമാണെന്ന്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലൈക്ക് ഓൾ ലിവിങ് ക്രിയേച്ചേഴ്സ് പ്രോഡക്റ്റ് ഓൾസോ ഹാവ് എൻ ലൈഫ് സൈക്കിൾ. മറ്റുള്ള എല്ലാ ഇതിൻ്റെയും പോലെ തന്നെ പ്രോഡക്റ്റിനും ഉണ്ട്. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തൊട്ട് പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂടെ പോയിട്ട് ആ പ്രോഡക്റ്റിന് ഒരു എൻഡ് ഉണ്ടാവും, ആ എൻഡിലേക്ക് എത്തുകയും ചെയ്യും. ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് തിയോഡർ ലിവിറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ 1965. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റും ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂടെ പാസ് ചെയ്യും എന്നാണ് ഈ കൺസെപ്റ്റിൽ പറയുന്നത്. മാർക്കറ്റിൽ ആ പ്രോഡക്റ്റ് പീരിയഡ് ഡ്യൂറിങ് വിച്ച് എ പ്രോഡക്റ്റ് ലീവ്സ് ഇൻ എ മാർക്കറ്റ്, എത്രത്തോളം കാലം ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലീവ് ചെയ്യും എന്നുള്ളതാണ് ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കാണിക്കുക. അത് സെയിൽസിൻ്റെ ബേസിസിലാണ് നമ്മൾ കാണിക്കുന്നത്. സെയിൽസ് അനുസരിച്ചിട്ട് പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ കാണിക്കുന്നത്. പ്രോഡക്റ്റ് പാസസ് ടു ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഒരു പ്രോഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂടെ പാസ് ചെയ്യും. ആ സ്റ്റേജസ് നമ്മുടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേജസിലും കമ്പനി ഡിഫറെൻറ്റ് ചലഞ്ചസ് മീറ്റ് ചെയ്യേണ്ടി വരും പ്രോഡക്റ്റിൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ മുതൽ ആ കമ്പനി ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂടെ പാസ് ചെയ്ത് അറ്റ് ദി എൻഡ് ഡിക്ലൈൻ ചെയ്ത് കമ്പനി ആ പ്രോഡക്റ്റ് വിഡ്രോ ചെയ്യേണ്ടി വരും മാർക്കറ്റിന്. ആ ഒരു ലോങ് ടേം ജേർണി ഉണ്ട് ഓരോ പ്രോഡക്റ്റിനും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം സ്റ്റേജസിലേക്ക് പോകുന്നതിന് മുന്നേ. ഇപ്പം എന്താണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് മനസ്സിലായില്ലേ? അതിന് ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ പറഞ്ഞാൽ അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു പീരിയഡ്, ദ പീരിയഡ് ഡ്യൂറിങ് വിച്ച് എ പ്രോഡക്റ്റ് ലീവ്സ് ഇൻ എ മാർക്കറ്റ് ക്യാൻ ടേംഡ് ആസ് എ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസിലേക്ക് അല്ലെങ്കിൽ അസംഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, ഒന്നുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീടുകളിൽ പണ്ട് യൂസ് ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായി, ബൾബ്. ലൈറ്റിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരുന്ന ബൾബ്. പിന്നീട് ട്യൂബ് ലൈറ്റ്, പിന്നീട് അത് CFL ആയി മാറി. CFL വന്നപ്പോൾ നമ്മളും അതേപോലെ ഗവൺമെന്റും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് CFL ആയിരുന്നു എനർജി സേവിങ്സിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ബൾബ് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിന് ഓൾമോസ്റ്റ് അതിന്റെ ലൈഫ് സൈക്കിൾ എൻഡ് ആയിക്കൊണ്ട്. ഇപ്പോൾ കൂടുതലും പിന്നീട് കൂടുതലും വീടുകളിൽ CFL കണ്ടിരുന്നു. ഇപ്പോൾ CFLനേക്കാളും പുതുതായി ബിൽഡ് ചെയ്യുന്ന വീടുകളിൽ കൂടുതൽ കാണുന്ന LED ബൾബ്സ് ആണ്. ഇപ്പോൾ ഗവൺമെന്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് CFLനെ പോലെ തന്നെ, അല്ലെ അതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് LED ബൾബ്സ് ആണ്. എന്തിന്? ഇലക്ട്രിസിറ്റി സേവിങ്സിന് വേണ്ടി. സോ ഓരോ ബൾബിൽ നിന്ന് CFLയിലേക്കും CFL നിന്ന് ഇപ്പോൾ LEDയിലേക്കും ഓരോ പ്രോഡക്റ്റിനും ഇയർ ബൈ ഇയർ ഡിഫറെൻറ്റ് സ്റ്റേജസിലേക്ക് കൂടെ പോയിട്ട് അതിനൊരു എൻഡ് ഉണ്ടാവും. വേറൊരു എക്സാമ്പിൾ പറയാം, ഗ്രാമഫോൺ. ഇപ്പോൾ ഗ്രാമഫോൺ പുതുതായി നിർമ്മിക്കുന്ന പല ലക്ഷറി വീടുകളിലും ഗ്രാമഫോൺ കാണാം. ലൈക്ക് എ ഷോ പീസ്, ലിവിംഗ് റൂമിലെ ഒരു ഷോ പീസ് ആയിട്ടാണ് കൂടുതൽ പേര് ഗ്രാമഫോൺ വെക്കുന്നത്. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഗ്രാമഫോൺ എന്താ യൂസ് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് 120 ഇയേഴ്സ് മാർക്കറ്റിൽ ഗ്രാമഫോൺ നിന്നിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ ഗ്രാമഫോൺ ഇന്ന് ഇല്ല, ഇന്ന് ജസ്റ്റ് എ ഷോ പീസാണ്. ആ ഒരു പ്രോഡക്റ്റിനും ലൈഫ് സൈക്കിൾ എൻഡ് ആയിട്ട് വിഡ്രോ ചെയ്ത്. വേറൊരു എക്സാമ്പിൾ പറയാം, MP3 പ്ലെയേഴ്സ്. ഒരുവിധമല്ല എല്ലാ വ്യക്തികളുടെ കയ്യിലും സോങ് കേൾക്കാൻ വേണ്ടിയിട്ട് MP3 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആൻഡ്രോയിഡ് ഫോൺ അല്ലെ സ്മാർട്ട് ഫോണിൻ്റെ എൻട്രിയോട് കൂടിയിട്ട് MP3 പ്ലെയേഴ്സിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞു. ഇപ്പം എല്ലാവരും നമ്മളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ കൂടെയാണ് സോങ് കേൾക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാസറ്റ്സ്. നമ്മൾ ഫിലിം കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാസറ്റ്സ്, പിന്നീട് അത് CDs ആയി, ഇപ്പോൾ പെൻഡ്രൈവ്സ് ആയി. അങ്ങനെ ഓരോ പ്രോഡക്റ്റിനും ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂടെ പോയിട്ട് അതിനൊരു എൻഡ് ഉണ്ട്. അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. ബൾബിൻ്റെ കാര്യവും ഗ്രാമഫോണിൻ്റെ കാര്യവും MP3 പ്ലെയർ, കാസറ്റ്സിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഒരു പ്രോഡക്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വഴി നമ്മളത് ബിൽഡ് ചെയ്ത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഫിനിഷിംഗ് സ്റ്റേജ് ഉണ്ടാവും ഡിക്ലൈൻ ചെയ്തിട്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂടെ പോകുന്നതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി അതിന് കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. ഈ അസംഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണേ അക്കോർഡിംഗ് ടു കോട്ട്ലർ. ദർ സർട്ടൻ അസംഷൻസ് കോട്ട്ലർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 4 അസംഷൻസ് ആണ് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൽ പറയുന്നത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ദ പ്രോഡക്റ്റ് ഹാവ് ലിമിറ്റഡ് ലൈഫ്. ലിമിറ്റഡ് ലൈഫ് ആണ് പ്രോഡക്റ്റിനുള്ളത് എന്നാണ് ഫസ്റ്റ് അസംഷൻസ്. ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പീരിയഡ് എത്തുമ്പോൾ ആ ഒരു ലൈഫ് എൻഡ് ആവും എന്നുള്ള അസംഷൻ ആണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ്, sales of the product passes through distinct stages, each posing different challenges to the seller. ഓരോ സ്റ്റേജിലും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്ന ഓരോ സ്റ്റേജസിലും സെയിൽസിൽ അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് ചലഞ്ചസ് സെല്ലേഴ്സ് മീറ്റ് ചെയ്യും. ആ സെല്ലേഴ്സ് ഡിഫറെൻറ്റ് ചലഞ്ചസ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും അത് ഓവർകം ചെയ്യാൻ. ഈവൻ പ്രൈസിങ്ങിൽ വരെ, പ്രൈസിങ് പറയുമ്പോൾ നമ്മളവിടെ പറയും പ്രൈസിങ് അല്ലെങ്കിൽ പ്രോഡക്റ്റിന് പ്രൈസ് ആ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ അവർ വേരിയേഷൻ വരുത്തിക്കണം. എന്തിന്? മാർക്കറ്റിൽ സ്റ്റേബിളായി നിൽക്കുക അല്ലെങ്കിൽ മാർക്കറ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. അതാണ് സെക്കൻഡ് അസംഷൻ. തേർഡ് വൺ, പ്രോഫിറ്റ്സ് റൈസ് ആൻഡ് ഫാൾസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. ചില സ്റ്റേജസിൽ പ്രോഫിറ്റ് കൂടും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോൾ പ്രോഫിറ്റ് കൂടും. മെച്യൂരിറ്റി സ്റ്റേജിൽ പ്രോഫിറ്റ് ഹൈ ആവും. പക്ഷെ അതിനുശേഷം ഡിക്ലൈൻ സ്റ്റേജ് ആകുമ്പോൾ പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഓരോ സ്റ്റേജിലും ഡിഫറെൻ്റ് ആയിരിക്കും പ്രോഫിറ്റ്. ചില സ്റ്റേജിൽ റൈസ് ചെയ്യും, ചില സ്റ്റേജിൽ ഫാൾ ചെയ്യും. ദാറ്റ് ഈസ് ദ തേർഡ് അസംഷൻ. ഫോർത്ത് വൺ, പ്രോഡക്ട്സ് റിക്വയർ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഇൻ ഈച്ച് സ്റ്റേജ് ഓഫ് ദ ലൈഫ് സൈക്കിൾ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓരോ സ്റ്റേജിലും പ്രോഡക്റ്റിന് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് കമ്പനി യൂസ് ചെയ്യുക ഫോർ എക്സിസ്റ്റൻസിന് വേണ്ടി. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ മെയിൻ സ്ട്രാറ്റജി അറിയുന്നത് ഈ പ്രോഡക്റ്റ് എങ്ങനെയെങ്കിലും കസ്റ്റമറിൻ്റെ അവയർനെസ്സൊക്കെ എത്തുക എന്നുള്ളതായിരുന്നു ആയിരിക്കും. കാരണം ഈ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അതിനെക്കുറിച്ച് കസ്റ്റമേഴ്സിന് അവെയർ ആവില്ല. അപ്പോൾ അവർക്ക് അവയർനെസ് കൊടുക്കുക ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ പിന്നീട് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുമ്പോഴേക്ക് കമ്പനിയുടെ മെയിൻ സ്ട്രാറ്റജി എങ്ങനെയെങ്കിലും ഇല്ല സെയിൽസും പ്രോഫിറ്റും പിടിച്ചു നിർത്തുക എന്നുള്ള സ്റ്റേജസിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജിലും അവരുടെ ബിസിനസ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആയിരിക്കും. ദീസ് ആർ ദ അസംഷൻസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിൻ്റെ സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഓക്കെ, ആ വേരിയസ് സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഈ ഓരോ സ്റ്റേജസിലും ഇവിടെ സൈഡിൽ ഒരു ഗ്രാഫ് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സ്റ്റേജസ് ആണെന്നുള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ PLCയുടെ ഫസ്റ്റ് സ്റ്റേജ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ആഫ്റ്റർ നമ്മൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റ് ചെയ്തതിനൊക്കെ ശേഷം അവർ കൊമേഴ്ഷ്യലൈസ് ചെയ്യുക അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക, ലോഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആയിരിക്കും മാർക്കറ്റിൽ. ഓക്കെ, ആ പ്രോഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. പക്ഷേ ഇതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ സെയിൽസ് കുറവായിരിക്കും. സെയിൽസ് കുറവാവാൻ നോർമലി 2 റീസൺസ് നമുക്ക് പറയാം. കാരണം ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് കസ്റ്റമേഴ്സിന് വലിയ അവയർനെസ് ഉണ്ടാവില്ല പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ. സെക്കൻഡ് വൺ, ഇങ്ങനെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചില കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ചില വ്യക്തികൾ മാത്രമേ അത് ഒന്ന് ട്രൈ ചെയ്യാന്നുള്ള ലെവലിൽ അത് ബൈ ചെയ്യുള്ളൂ. മോസ്റ്റ് ഓഫ് ദം അത് മേടിക്കാൻ പേടിയായിരിക്കും. ലൈക്ക് ഇപ്പോൾ എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എന്തെങ്കിലും ക്രീംസ് കാര്യങ്ങളൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ അങ്ങനെയുള്ള പേടി. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് വളരെ കുറവായിരിക്കും. ഒന്ന് കസ്റ്റമേഴ്സിൻ്റെ അവയർനെസ്, 2 അവർക്ക് അത് സെയിൽ അല്ലെങ്കിൽ ആ പർച്ചേസ് ചെയ്യാനുള്ള ഒരു പേടിയുണ്ട്. ഓക്കെ, അപ്പോൾ സെയിൽസ് കുറവായിരിക്കും. പക്ഷെ ഇവിടെ കോസ്റ്റ് ഹൈ ആയിരിക്കും ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. കാരണം കമ്പനി ഇതിനു വേണ്ടി ഈ ഒരു പ്രോഡക്റ്റ് റിസർച്ചിന് ഫ്രം ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റിംഗ് നടത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അതുവരെ കമ്പനി ഒരുപാട് കോസ്റ്റസ് അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ഈവൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് പോലും. അപ്പൊ ആ കോസ്റ്റസ് കൊണ്ട് ഈ കമ്പനി ഈ ഒരു ടൈം കോസ്റ്റ് വളരെ വലുതായിരിക്കും. പക്ഷെ സെയിൽസ് കുറവാണ്, കോസ്റ്റ് വലുതാണ് അല്ലെങ്കിൽ കോസ്റ്റ് ഹൈ ആണ്. ദെൻ പ്രോഫിറ്റ് ഈ ഒരു സ്റ്റേജിൽ കുറവായിരിക്കും. ഈവൻ എങ്ങനെ ആയിരിക്കും? ലോസസ് ആയിരിക്കും. പ്രോഫിറ്റ് ആർ ലോ അല്ലെങ്കിൽ ഇൻകറിങ് ലോസസ് ആയിരിക്കും ഈ ഒരു സ്റ്റേജിൽ. കാരണം സെയിൽസ് കുറവാണ്, അതുകൊണ്ട് തന്നെ പ്രോഫിറ്റും ഉണ്ടാവില്ല. ഓക്കെ, ഇവിടുത്തെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ സ്റ്റേജിൻ്റെയാണ് ക്രിയേറ്റിംഗ് പ്രോഡക്റ്റ് അവയർനെസ് ആൻഡ് ട്രയൽ.
ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സിലേക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് എന്ന്. നമ്മൾ അസംഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കമ്പനി എങ്ങനെയെങ്കിലും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അവെയർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രോ സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ബ്ലൂ കളറിൽ ഗ്രാഫിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ചെറിയൊരു ഗ്രാഫ് ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. സെക്കൻഡ് ഗ്രോത്ത് സ്റ്റേജ്. ഗ്രോ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്ത ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ആ കസ്റ്റമേഴ്സ് ഫസ്റ്റ് സ്റ്റേജിൽ ആരെല്ലാമാണ് പർച്ചേസ് ചെയ്ത് അവർക്ക് ആ കസ്റ്റമേഴ്സിന് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദേ അഗെയിൻ പർച്ചേസ്, അവർ വീണ്ടും പർച്ചേസ് ചെയ്യും. അതേപോലെ ഈ ഒരു പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, കൊളീഗ്സിന്, അങ്ങനെ അവർ റെക്കമെൻഡ് ചെയ്യും. അപ്പം അതുവഴി ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ പേര് അവയർനെസ് ആയിട്ടുണ്ടാവും, കൂടുതൽ പേര് പർച്ചേസ് ചെയ്യും. സോ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. ഗ്രീൻ കളറിലാണ് ഇത് ഷെയ്ഡ് കാണിച്ചിട്ടുള്ളത് ഗ്രാഫില്. ഈ എപ്പോഴും സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ, ദാറ്റ് ഈസ് ടൈം കാണിക്കുന്നത്. അതുകൊണ്ട് സെയിൽസ് ഈ ഒരു സ്റ്റേജിൽ സെയിൽസ് കൂടിയിട്ടുണ്ടാവും. സെയിൽസ് കൂടി, അതേപോലെ എക്സ്പാൻഷൻ ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ കൂടി, സെയിൽസ് കൂടി, പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്. പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് കൂടും. നേരത്തെ ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇല്ല, അല്ലെങ്കിൽ ലോസ് ആയിരുന്ന അതിൽ നിന്ന് പ്രോഫിറ്റിലേക്ക് കൺവേർട്ട് ആവുകയാണ് ഗ്രോത്ത് സ്റ്റേജിൽ. അപ്പോൾ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും. അതേപോലെ നേരത്തെ ഹൈ കോസ്റ്റ് ആയിരുന്നു അതിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഇവിടെ കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ് കുറയും, ലോവർ യൂണിറ്റ് കോസ്റ്റ് ആയിട്ടുണ്ടാവും. കാരണം പ്രൊഡക്ഷൻ കൂടി, സെയിൽസ് കൂടി. സോ കോസ്റ്റ് നമുക്ക് ഡിക്ലൈൻ ചെയ്ത് കോസ്റ്റ്, യൂണിറ്റ് കോസ്റ്റ് ലോവർ ആയിട്ടുണ്ടാവും. ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കമ്പനി നല്ല രീതിയിൽ പ്രോഡക്റ്റ് ഇറക്കി, ഈ പ്രോഡക്റ്റ് നന്നായി സക്സസ് ആവുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഈ പ്രോഡക്റ്റ് നമുക്കും കൂടി ഒന്ന് നോക്കിയാലോ, നമുക്കൂടി സെയിൽ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് കോമ്പറ്റേറ്റേഴ്സ് മാർക്കറ്റിൽ എൻട്രി ചെയ്യും. ഗ്രോത്ത് സ്റ്റേജിലാണ് കോമ്പറ്റേറ്റേഴ്സ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ഗ്രോത്ത് സ്റ്റേജിലാണ്. ഇത്രയാണ് ഗ്രോത്ത് സ്റ്റേജിന്റെ സ്പെഷ്യാലിറ്റി. ഇനി ഈ ഒരു സ്റ്റേജിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നേരത്തെ ഒരു അവയർനെസ് ആണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ ഇവിടെ മാക്സിമൈസിങ് മാർക്കറ്റിംഗ് ഷെയർ, അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയർ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ ഗ്രോത്ത് സ്റ്റേജ് ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ മെച്യൂരിറ്റി സ്റ്റേജ്. മെച്യൂരിറ്റി സ്റ്റേജ് സാച്ചുറേഷൻ സ്റ്റേജ് ആണ്, ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് ഗ്രാഫിൽ രണ്ടായി കാണിക്കാട്ടെ. ഈ മെച്യൂരിറ്റി സ്റ്റേജിൽ തന്നെ യെല്ലോ ഷെയ്ഡിലോട്ട് തന്നെ രണ്ടും കൂടി വരുന്നത്. ഓക്കെ, മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത് മെച്യൂർഡ് ആയ, ദാറ്റ് മീൻസ് അതിന്റെ മാക്സിമം ലെവലിലേക്ക് ആ പ്രോഡക്റ്റിന്റെ എത്തുകയാണ്. ഈ ഒരു സ്റ്റേജിൽ കമ്പനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മോഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം ഈ മോഡൽസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഫോണിന്റെ കാര്യത്തിൽ, ടിവിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആ പ്രോഡക്റ്റിന് ഇയർലി പുതിയ മോഡൽസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആ കമ്പനിയുടെ ആ പ്രോഡക്റ്റ് ഡിക്ലൈൻ ആവും, സെയിൽസ് കുറഞ്ഞ് ഔട്ട്ഡേറ്റഡ് ആയി പോവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പുതിയ മോഡൽസ് ഈ ഒരു സ്റ്റേജിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ബയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് സെയിൽസ് കൂടുന്നുണ്ടെങ്കിലും അതിന്റെ ഗ്രോത്ത് ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കും, സ്ലോലി ആണ്. മറ്റൊരുത്ത് ഹൈ ഗ്രോത്ത് വരുന്നെങ്കിൽ മെച്യൂരിറ്റി സ്റ്റേജിൽ സെയിൽസ് ഗ്രോത്ത് സ്ലോലി ആയിരിക്കും. പ്രോഫിറ്റ് ടച്ചസ് മാക്സിമം പ്രോഫിറ്റ് മെച്യൂരിറ്റി സ്റ്റേജിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് സാച്ചുറേഷൻ സ്റ്റേജസ് ആവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മെച്യൂരിറ്റി സെയിൽസ് ഗ്രോത്ത് സ്ലോലി ആണെന്ന് പറയുമ്പോൾ ഇവിടെ നോ ഗ്രോത്ത് ഓഫ് സെയിൽ, ഗ്രോത്ത് സെയിൽ ഉണ്ടാവില്ല. അതേപോലെ ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും, ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു ലെവലിൽ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പ്രോഫിറ്റ് മാക്സിമം ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ കൂടുമ്പോൾ സെയിൽസും അതിനനുസരിച്ച് കുറഞ്ഞു, സെയിൽസ് ഗ്രോത്ത് ഇല്ല. സോ പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു സ്റ്റേജിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് പറയുന്നത് മെയിൻറ്റെയിൻ ദ സെയിൽസ് ആൻഡ് പ്രോഫിറ്റ് ലെവൽ. എങ്ങനെയെങ്കിലും ഇല്ല സെയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഇല്ല പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിലെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിക്ലൈൻ സ്റ്റേജ്. ഡിക്ലൈൻ സ്റ്റേജിൽ എന്താണ്? ഡിക്ലൈൻ ചെയ്യുക, എല്ലാം ഡിക്ലൈൻ ചെയ്യുക. സെയിൽസ് ബിക്കം ടു ഫാൾ. ഡിക്ലൈൻ സ്റ്റേജിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലാണ്, അതായത് മെച്യൂരിറ്റി സ്റ്റേജ് എൻഡ് ചെയ്ത് ഡിക്ലൈൻ സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ എങ്ങനെയെങ്കിലും ഈ കമ്പനിയുടെ ഈ പ്രോഡക്റ്റ് പിടിച്ചു നിർത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ്,
പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻസ് കൊണ്ടുവരും. ലൈക്ക് പ്രൈസ് റിഡക്ഷൻ ചെയ്യുക, അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ എക്സ്പ്ലോറിങ് ന്യൂ മാർക്കറ്റ്, പുതിയൊരു മാർക്കറ്റിലേക്ക് നമ്മൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കേജിങ് വേരിയേഷൻ ഒക്കെ കൊടുത്തിട്ട് ന്യൂ പാക്കേജിങ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ കൂടെ വാല്യൂസ് ആഡ് ചെയ്യുക, ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കുക. അങ്ങനെയുള്ള ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്ത് പ്രോഡക്റ്റ് എക്സ്റ്റൻഷൻ ചെയ്യുന്ന ഈ ഒരു സ്റ്റേജിലാണ്. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ മെച്യൂരിറ്റി സ്റ്റേജ് ആൻഡ് സ്റ്റാർട്ടിംഗ് ഓഫ് ദ ഡിക്ലൈനിങ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ ഡിക്ലൈൻ സ്റ്റേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞതിന് സെയിൽസ് ബിക്കം ഫാൾ. ഈ ഒരു സ്റ്റേജിൽ എന്ന് പറയുന്നത് നോ പ്രോഫിറ്റ് ആയിരിക്കും, കൂടുതലും നോ പ്രോഫിറ്റ് പറയണ ഉണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം നമ്മുടെ കോസ്റ്റ്, പ്രൊഡക്ഷൻ കോസ്റ്റോ ഇൻവെന്ററി കോസ്റ്റ് ഒക്കെ കൂടുതലായിരിക്കും. കോമ്പറ്റീഷൻ ബിക്കം സിവിയർ, ടഫ് കോമ്പറ്റീഷന്റെ മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ടാവും ഈ ഒരു സ്റ്റേജിൽ. കസ്റ്റമേഴ്സ് എല്ലാം കസ്റ്റമേഴ്സിൽ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ടേസ്റ്റ് പ്രിഫറൻസസ് അല്ലെ ടെക്നോളജി ചേഞ്ചസ് ഇതുകൊണ്ടെല്ലാം കസ്റ്റമേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ അവരെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്ത് പ്രോഡക്റ്റിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന സ്റ്റേജാണ് ഡിക്ലൈനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ പ്രോഡക്റ്റ് നമ്മൾ ഈ സ്റ്റേജ് വിഡ്രോ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചേഞ്ചസ് വരുത്തിയിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജിലെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്തായിരുന്നു ഒബ്ജക്റ്റീവ്, എങ്ങനെ സെയിൽസും പ്രോഫിറ്റും ആ ലെവലിൽ നിർത്തുക എന്നുള്ളതിന്. സോ അതൊന്നും പോയി കഴിഞ്ഞാൽ ഇവർ ചെയ്യുക, കമ്പനി ഒന്നിലെ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക. ലാസ്റ്റ് അബൻഡ്മെന്റ്. ഇവിടെ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ഒബ്സലൻസ് ആയി, ഇനി ഒന്നും ചെയ്യാൻ ബാലൻസ് ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു, ഫേമിന് ഇനി ഒരൊറ്റ കാര്യം അവിടെ ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാം. ദാറ്റ് ഈസ് ഈ സ്റ്റേജ് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒന്നും ചെയ്യാല്ല, നമുക്ക് റീഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യേണ്ടത് ലാസ്റ്റ് തൊട്ട് മുന്നോട്ട് ഡിക്ലൈനിങ് സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഇവിടെ കമ്പനി ചെയ്യുക എന്നുള്ളത് വിഡ്രോ ചെയ്യാൻ മാർക്കറ്റിൽ നിന്ന് ആ പ്രോഡക്റ്റ് എന്നുള്ളത്. കാരണം ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ്ലി ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്, ഡ്യൂ ടു ഫാഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ നീഡ്സും പ്രിഫറൻസസും ചേഞ്ച് ചെയ്തുകൊണ്ടോ അങ്ങനെയല്ല ഏതൊരു കാര്യം കൊണ്ടോ ഈ പ്രോഡക്റ്റിന് ലൈഫ് എൻഡ് ആയി എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഫ്രം ബിഗിനിങ് ഇൻട്രൊഡക്ഷൻ തൊട്ടിട്ട് നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ, ഡിക്ലൈനിങ് ആൻഡ് അബൻഡ്മെന്റ്, ഒബ്സലൻസസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ മനസ്സിലായി വിചാരിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഷോർട്ട് എസ്സേക്കോ കൺഫേം ആയിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ആക്കുക. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.